നമസ്കാരം. ഈ വീഡിയോ ഉണ്ടല്ലോ മിന ഡിസ്ട്രിക്റ്റിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ്. അത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പകൽ സമയങ്ങളിലെല്ലാം കുറച്ച് വീഡിയോ കണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. പക്ഷെ ചില വീഡിയോസിൽ അതിൻ്റെ ഒരു രാത്രിയിലുള്ള ഒരു കാഴ്ച കൂടി കണ്ടു കഴിഞ്ഞാലേ കുറച്ചുകൂടി ഭംഗി കൂടുള്ളൂ. അങ്ങനെ കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു മിന ഡിസ്ട്രിക്റ്റ്. അതെന്താണെന്നല്ലേ, നമുക്ക് നടന്ന് തന്നെ കാണാം. ഇവിടെ ഇപ്പോൾ ഈ സൈഡിലെ ഒരുപാട് ജെറ്റ് സ്കീയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടവർ. അത് കൂടാതെ തന്നെ ഒരു യാട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിപ്പോൾ ഈ ഒരു പോർട്ടിലേക്ക് എത്താറാവുമ്പോഴേ വളരെ സ്ലോ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങ് ദൂരെ നിന്ന് വന്നതാണെങ്കിൽ നല്ല സ്പീഡിലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഏകദേശം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടാ. സൂര്യനാണെങ്കിൽ താഴേക്ക് പോയി തുടങ്ങി. ശരിക്കും ഇവിടെ ഈ സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു ഫീലാണ്. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിട്ട് ആ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന വഴിയിലും നല്ല ഭംഗിയുള്ള ലൈറ്റെല്ലാം വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടെ ഈ ഭാഗത്തെ ആ ഒരു പാർക്കിംഗ് ഏരിയ എല്ലാം അത്യാവശ്യം വലുതാണ്. ഒരുപാട് കാറെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർക്കിംഗ് സ്പേസിനോട് ചേർന്ന് തന്നെയായിട്ട് വലിയൊരു ഗ്രൗണ്ടാണ്. അവിടെ കൂടുതലും ഫാമിലിയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നൊക്കെ ഉണ്ട്, ഈ സൈക്കിളൊക്കെ ആയിട്ട്. പിന്നീട് ഞാൻ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാം ആ ഒരു ഭംഗി ഈ രാത്രിയിലൊന്ന് നടന്ന് കാണാമെന്ന് വെച്ചു. ഇവിടെ ഈ ഭാഗത്ത് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നേരെ തന്നെ ആയിട്ട് ആ ബോട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ബിൽഡിങ്ങുകളിലെല്ലാം ഇടയിലായിട്ട് ചെറിയ വഴികളൊക്കെ ഉണ്ട് പോകാനായിട്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് അകത്തേക്ക് കയറിയത്. അവിടെ ആ ഒരു ചെറിയ വഴിയിൽ നിന്ന് നടന്ന് കയറി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ആ ഒരു മിന ഡിസ്ട്രിക്റ്റിലെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ എല്ലാം ഇടയിലുള്ള മെയിനായിട്ടുള്ള ഒരു റോഡില്ലേ, ആ ഒരു വഴി, അതിൻ്റെ നടുക്കൊക്കെ ആയിട്ട് മേളിൽ ആ ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിരിക്കുക. ഇവിടെ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോഴേ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ മേളിലേക്കൊക്കെ കയറാൻ പറ്റും. ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിൻ റോഡിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൈൻ കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ ഫാർമസിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്തായിട്ട്, ആ ഒരു റോഡ് സൈഡിൽ തന്നെയായിട്ട്. ഇവിടെ മേളിലെ ലൈറ്റെല്ലാം വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ആ റോഡിന് രണ്ട് ഭാഗത്തുമുള്ള ഒരു ബിൽഡിങ്ങുകളെല്ലാം ബന്ധിപ്പിച്ചിട്ടാണ് ലൈറ്റെല്ലാം വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ ബിൽഡിങ്ങിലും ഫിക്സ് ചെയ്തിരിക്കുന്ന ലൈറ്റ് എല്ലാം ഒരേ മോഡലാണ്. ഒരു ഭാഗത്തും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കണ്ടില്ല. ഈ കാണുന്നത് പെയിൻറ്റിങ്സ് എല്ലാം വരച്ചു കൊടുക്കുന്നൊരു സംഭവമാണത്. ഇവിടെ ഈ ഒരു രണ്ട് ബിൽഡിങ്ങിലായിട്ട് അതങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ഒരുപാട് പെയിൻറ്റിങ്സ് എല്ലാം അതിൻ്റെ അകത്തുമുണ്ട്. അത് ഖത്തർ അമീറിൻ്റെ ആ ഒരു പടമാണത്. ഇതൊന്ന് നോക്കിയേ, അദ്ദേഹം കൈകൊണ്ട് ആ ഒരു ബാസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ ക്യാപ്പൊക്കെ ഇല്ലേ, തൊപ്പി, അതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഇടതുഭാഗത്ത് കാണുന്നതേ ഒരു നല്ലൊരു ഷവർമ കിട്ടുന്നൊരു കടയാണ്.
ആ ഒരു റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തിരക്കെല്ലാം കൂടിക്കഴിഞ്ഞാൽ ഫാമിലീസ് മാത്രമാണ് കൂടുതലും ഇവിടെ അലോ ചെയ്യുള്ളൂ. ബാച്ചിലേഴ്സിനെ അങ്ങനെ അധികം കയറ്റാറില്ല. തിരക്കൊക്കെ കൂടുന്ന സമയത്താണ് കേട്ടോ. ഈ കാണുന്നത് ഒരു ജ്വല്ലറിയാണ്. വിലയൊന്നും അങ്ങനെ ചോദിക്കാൻ പോയില്ല. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന കട മാത്രമല്ല, സ്പോർട്സിൻ്റെയും അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള തുണികളും കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ഒരു കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഭാഗത്തെല്ലാം അത്യാവശ്യം നല്ല തിരക്കാണ്. ഈ നടന്നു വന്ന വഴിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഇതാണ്. കാരണം കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് അത് ഈ രാത്രിയിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പേൾ മർച്ചൻ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേളും കാര്യങ്ങളൊക്കെ, അതുപോലെ ശംഖൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് അവിടെ ആളിരിപ്പുണ്ട്. ആ ഒരു പകൽ ഓപ്പൺ ആവാത്ത ഒരുപാട് ഷോപ്പുകളൊക്കെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയുമുണ്ട് ആ ഒരു കൈ കൊണ്ട് ആ ബാസ്ക്കറ്റെല്ലാം ചെയ്തെടുക്കുന്നത്. ദോഹയിലെ ഏറ്റവും വലിയ ഭംഗിയുള്ള ബിൽഡിംഗ് ഒക്കെ ഉള്ള സ്ഥലം നമുക്ക് കണ്ടായിരുന്നില്ലേ? ആ സ്ഥലമാണ് ഈ കാണുന്നത്. അങ്ങനെ ഞാനിപ്പോഴേ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ രാത്രിയിലെ ആ ഒരു കാഴ്ച കൂടിയും എന്തായാലും കാണണമല്ലോ, ഈ മൊത്തം ബിൽഡിങ്ങും ഒരുമിച്ച് ഈ ഒരു ഫ്രെയിമിൽ കിട്ടാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 തവണ അങ്ങറ്റത്തേക്ക് പോയിട്ട് തിരിച്ച് ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെ 2-3 തവണ നടന്നെങ്കിലും അതുകൊണ്ട് ഉപകാരം മാത്രമാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അറിയാത്ത ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയയ്ക്ക് വന്നു. കാരണം എനിക്കിവിടെ വരുന്നത് വരെയോ വന്നപ്പോഴോ ഇത് എന്താ എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ഒരു കളർഫുള്ളായ കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രം, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാനായിട്ട് അവിടെ എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നടന്ന് നമ്മൾ കണ്ടു പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ തന്നെ വന്നേക്കാം.